കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിലേക്ക് കിടക്കാം. ഓക്കെ, ഇതാണ് ഇന്ന് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ്. എല്ലാവർക്കും കാണാമല്ലോ. ഈ ബേസ് കാർഡ് റെഡിയാക്കിയതിന് ശേഷം നമുക്കൊരു വൈറ്റ് A4 ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് ഇതിന് മീതേക്ക് വെച്ച് കവർ ചെയ്യാം. നമ്മൾ ബേസ് കാർഡ് റെഡിയാക്കുന്നത് പോലെ ഇങ്ങനെ വെച്ച് കവർ ചെയ്യാം. ഓക്കെ, അതുകൂടി ശ്രദ്ധിക്കാം. ബേസ് കാർഡ് നമ്മൾ ആദ്യം ഒരു സൈഡ് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഗ്ലൂ, എന്നിട്ട് അത് തിരിച്ച് കറക്റ്റ് സെൻറ്ററിലായിട്ട് A4 ഷീറ്റിൻ്റെ സെൻറ്ററിലായിട്ട് സ്റ്റിക്ക് ചെയ്യുന്നു. നീറ്റായിട്ട് സ്റ്റിക്ക് ചെയ്യാം. അതിനുശേഷം ഈ A4ൻ്റെ ഒരു സൈഡ് ടൈറ്റായിട്ട് സ്റ്റിക്ക് ചെയ്യാം. ഈ സൈഡ് ഇതേപോലെ നീറ്റായി ഫോൾഡ് ചെയ്യുന്നു. ഫോൾഡ് ചെയ്ത് ഇത് നമുക്കിവിടെ സ്റ്റിക്ക് ചെയ്യാം. ഇതുപോലെ ടൈറ്റായിട്ട് സ്റ്റിക്ക് ചെയ്യും. നമുക്കിനി ഇതിൻ്റെ എഡ്ജ് ശ്രദ്ധിച്ച് നോക്കണേ. എഡ്ജ് ഇങ്ങനെ 2 സ്മോൾ ട്രയാങ്കിൾ കട്ട് ചെയ്ത് പോകുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് അതിനെയും ഇതിൻ്റെ ബാക്കിലോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യും. ഒരു സൈഡ് വേണമെങ്കിൽ നമുക്ക് കളയാം കേട്ടോ. അതായത് തിക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു പീസ് നമുക്ക് കളയാം. നമ്മൾ ലാസ്റ്റ് ഇയർ എൻവലപ്പ് ഒക്കെ ചെയ്തിരുന്നു, ഓർക്കുന്നില്ലേ? ആ ഒരു മെത്തേഡാണ് ഇവിടെ വരുന്നത്. ഓക്കെ, കാണുന്നുണ്ടല്ലോ, വൈറ്റ് ലെയറുള്ള ഒരു ബോർഡ് സൂപ്പർബായിട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ഡ്രൈ ആവുന്നവരെ അതൊന്ന് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എടുക്കാം. ഇതുപോലെയുള്ള ഒരു ചെറിയൊരു കാർഡ്ബോർഡ് ബോക്സ് എടുക്കാം. ഓക്കെ, എന്തെങ്കിലും ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സുകൾ ഉണ്ടാവില്ലേ, അതെടുക്കുക. അത് ഏത് സൈസ് വേണമെങ്കിലും ആവാമെന്നല്ല, ഇതിൽ ശ്രദ്ധിക്കണം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വർക്കിന് വേണ്ട സൈസ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റേഴ്സ് ഓർ 9 സെൻറ്റിമീറ്റേഴ്സ് ഒക്കെ എടുക്കാം. ഇതിപ്പോൾ ഹൈറ്റ് നോക്കാം നിങ്ങൾക്ക്. അതേപോലെ ഹൈറ്റ് ഇതിൽ നോക്കിയാൽ ഇതിലൊരു 13 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ 13 സെൻറ്റിമീറ്റർ ലെങ്ത്തും 9 സെൻറ്റിമീറ്റർ വിഡ്ത്തും വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ഡിഫറൻസ് വരുത്താം. 13 എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു 14 ഹൈറ്റ് കുറച്ച് കൂടിയാലും പ്രശ്നം വരുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ 9 എന്നുള്ളത് 8 ആവാം. പക്ഷേ 7ഉം 6ഉം ഒക്കെ ആയിപ്പോയാൽ പ്രോബ്ലം പറ്റും. എന്താ പ്രോബ്ലം പറ്റുക എന്നുള്ളത് ടീച്ചർ ലാസ്റ്റ് പറയാം. ഓക്കെ, ഇനി നമുക്ക് കിട്ടുന്ന കാർഡ്ബോർഡ് ബോക്സ് അതിനാദ്യം നീറ്റാക്കാം. അപ്പോൾ ഇവിടെയൊക്കെ ഇത് കീറി പോയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് റെഡിയാക്കാം. ഇതൊക്കെ ഇതുപോലെ ഇതിൻ്റെ ഈ ഉൾവശത്ത് കാണുന്ന പീസിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. പിന്നെ അതൊക്കെ നല്ല സ്റ്റിക്ക് ചെയ്യാം. ഇങ്ങനെ തുറന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് റെഡിയാക്കാം. ഗ്ലൂ ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഈ സൈഡും ഇതുപോലെ കവേർഡ് ആയിരിക്കില്ലേ നിങ്ങൾക്ക് കിട്ടുന്ന ബോക്സ്? അങ്ങനെയാണെങ്കിൽ അതൊന്ന് ഓപ്പൺ ചെയ്യും. ഇപ്പോൾ ടീച്ചർക്ക് കിട്ടിയിരിക്കുന്ന ബോക്സ് ജസ്റ്റ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് കിട്ടിയതിൽ ഓപ്പൺ അല്ല. ഈ സൈഡും ഇതുപോലെ കവേർഡ് ആണ്. അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫ്ലാപ്പുകൾ ആ ഭാഗത്തും വരുന്നുണ്ടാവാം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കാം. ഓക്കെ, കട്ട് ചെയ്തൊന്ന് ലെവലാക്കാം. എന്താ ലെവലാക്കുക എന്ന് വെച്ചാൽ കറക്റ്റ് ലെവൽ അല്ലേ? കറക്റ്റ് കൃത്യം എല്ലാ ഭാഗത്തും ഒരുപോലെ. ഒരു ഭാഗത്ത് ഹൈറ്റ് കൂടിയിട്ട് ഒരു ഭാഗത്ത് ഹൈറ്റ് കുറഞ്ഞിട്ടൊന്നുമല്ല. നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ലെവൽ, ആ ഒരു ലെവലിലാക്കിയെടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് വേറൊരു ഒന്നുകിൽ കളർ ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ കളർ പേപ്പർ സ്റ്റിക്ക് ചെയ്യണം ഇതിന് മീതേക്ക്. ഓക്കെ, ഇപ്പോൾ ഇത് ഗ്ലേസിങ് ഉള്ളൊരു ഷീറ്റാണ് ഇതിൻ്റെ ടോപ്പിൽ. ആ ഗ്ലേസിങ് ഷീറ്റിലേക്ക് കളർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ടീച്ചർ ഇവിടെ ഒരു കളർ പേപ്പർ കവർ ചെയ്ത് എടുക്കാൻ പോകും.
കാർഡ് എന്തെങ്കിലും കൊണ്ട് ഗ്ലൂ സ്പ്രെഡ് ചെയ്യാം. വേസ്റ്റ് കാർഡ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഗ്ലൂ നീറ്റായിട്ട് സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം ഈ ഭാഗം സ്റ്റിക്ക് ചെയ്യും. ഓക്കെ, ഗിഫ്റ്റ് റാപ്പിംഗ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. ഓക്കെ, ഈ രണ്ട് ഭാഗവും ഇതിനകത്തേക്ക് ആദ്യം ഇൻസേർട്ട് ചെയ്യാം. ഇവിടെയും ഇതുപോലെ ആക്കി കൊടുക്കുക. നീറ്റായിട്ട് ചെയ്യാം. ഇതിങ്ങനെ ചെയ്ത ശേഷം നമ്മൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന അതേ മെത്തേഡ് താഴോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇതോ ജസ്റ്റ് ടോപ്പിലോട്ട് കൊണ്ടുവന്ന് സ്റ്റിക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക സ്റ്റിക്ക് ചെയ്ത് കഴിയുമ്പോൾ. ഇതൊക്കെ ഇത്രയും ഫോൾഡ് ചെയ്ത ശേഷം ഈ ഭാഗം ഗ്ലൂ അപ്ലൈ ചെയ്യണേ. അതിന് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കാണുന്നുണ്ട്, അതിലൂടെ ഗ്ലൂ കൊടുക്കുക. ഫസ്റ്റ് ഈ കട്ട് ചെയ്ത പീസ് നമുക്ക് ഉള്ളിലോട്ട് കയറ്റി വയ്ക്കാം. നെക്സ്റ്റ് താഴെയുള്ള പോർഷൻ താഴത്തെ പോർഷനും ഇതേപോലെ സ്റ്റിക്ക് ചെയ്യാം. ഓക്കെ, ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് റെഡിയാക്കാം. നീറ്റായി ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് റെഡിയാക്കാം. ഈ ബാക്കി കാണുന്ന ഭാഗം, ഓക്കെ, ഈ അകത്തോട്ട് കാണുന്ന പോർഷൻ എടുക്കാം. ഇതേപോലെ ഇതിനകത്തോട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഫുള്ളായിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി ഒട്ടിച്ചെടുക്കേണ്ടതാണ്. ഓക്കെ, മുഴുവനായിട്ട് ഇതുപോലെ മടക്കി വെച്ചാൽ മതി. ഇത് അതുപോലെ തന്നെ, അതായത് സ്റ്റിഫായിട്ടുള്ളൊരു പേപ്പർ ആണെങ്കിൽ അതുപോലെ തന്നെ നിന്നോളും. ഇനി അതല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് തന്നെ ഗ്ലൂ കൊടുത്ത ശേഷം ഇതിനുള്ളിലേക്ക് ആക്കി വയ്ക്കാം. അപ്പോൾ അത് നല്ലപോലെ ഒട്ടിച്ച് വയ്ക്കുന്ന പോലെ തന്നെ കൃത്യമായിട്ട് അതിങ്ങനെ നിന്നോളും. ഓക്കെ, ഈ മൈ ഡിയർ ചിൽഡ്രൻ, ഇത് നോക്കുക. ഇതിനകത്തേക്ക് ഇപ്പം ഞാൻ ഫോൾഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് വെച്ചു. ഇതിൻ്റെ ഫുള്ളായിട്ട് റൗണ്ടഡ് ആയിട്ട് നോക്കാം. നമുക്ക് എല്ലാ ഭാഗത്തും ഗ്രീൻ കളർ വരുന്ന പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് സ്റ്റിക്ക് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇനി ഇതല്ല, ഇതുപോലെ കളർ പേപ്പർ ഒന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ബോക്സിന് കളർ ചെയ്ത് മാറ്റിയാലും മതി. ഓക്കെ, ഇനി ഇന്ന് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നോക്കാം. നമ്മുടെ ബേസ് കാർഡ് എടുക്കുക. ബേസ് കാർഡിലേക്ക് ഇതിൻ്റെ സ്റ്റിക്ക് ചെയ്ത ഭാഗം നോക്കട്ടെ. ഇതിൻ്റെ സെൻറ്റർ ജോയിൻറ്റ് വരുന്ന ഒരു ഭാഗം ഉണ്ടാവും. ഒരു സൈഡ് നല്ല നീറ്റായിട്ട് പ്ലെയിൻ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ സെൻറ്റർ ജോയിൻറ്റ് വരുന്ന ഭാഗത്തിലോട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാം. സ്പ്രെഡ് ചെയ്ത ശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കൃത്യം ഈ വൈറ്റ് ബോർഡിൻ്റെ സെൻറ്ററിലായിട്ട് താഴെ ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ ഫുള്ളായിട്ട് കവർ ചെയ്യുക. അതല്ല കുറച്ച് ഗ്യാപ്പ് വിടുകയാണെങ്കിൽ നമുക്കിതുപോലെ കുറച്ചൊരു ഗ്യാപ്പ് കൊടുക്കാം. ഓക്കെ, കാണുന്നുണ്ടല്ലോ, ടീച്ചർ സ്റ്റിക്ക് ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ. ഇതേപോലെ സ്റ്റിക്ക് ചെയ്യാം. ഈ ഒരു ബോക്സ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് ഒന്ന് നിങ്ങളുടെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അകത്തൊക്കെ നല്ലപോലെ പ്രസ് ചെയ്ത് ഇത് ഡ്രൈ ആവാനായിട്ട് കുറച്ച് ടൈം മാറ്റി വയ്ക്കാം. ഇതൊന്ന് ഡ്രൈ ആയിക്കോട്ടെ, അതുവരെയും അത് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ട ഐറ്റമാണ് ഒരു ബ്ലാക്ക് ചാർട്ട്. ആ ബ്ലാക്ക് ചാർട്ട് ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ പീസായിട്ട് എടുക്കാം. ഓക്കെ, അതായത് ഇതുപോലൊരു റെക്റ്റാങ്കിൾ പീസ്. ഇതിനിപ്പോൾ എനിക്ക് തോന്നുന്നു ലെങ്ത് ഒരു 10 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 2 സെൻറ്റിമീറ്ററും ഉണ്ട്. ഓക്കെ, ആ ഒരു ബ്ലാക്ക് ചാർട്ടിനെ ഫോൾഡ് ചെയ്ത് അതിന് മീതേക്ക് പെൻസിൽ യൂസ് ചെയ്ത് വരയ്ക്കാനുണ്ട്. ഓക്കെ, ആ വരയ്ക്കുന്നത് ടീച്ചർ ഈ ഒരു വൈറ്റ് പീസിൽ കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണില്ല അല്ലെങ്കിൽ. ഓക്കെ, ഇതേപോലെ ഫോൾഡ് ചെയ്ത ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്ത ശേഷം ഇവിടെ നിന്ന് ഇതുപോലെ ക്ലോസ്ഡ് പോർഷനിലാണ് വരച്ച് തുടങ്ങേണ്ടത്. അത് പ്രത്യേകം മനസ്സിലാക്കാം. ഈ നമ്മൾ എടുത്തിരിക്കുന്ന റെക്റ്റാങ്കിൾ പീസിനെ സെൻറ്റർ ഫോൾഡ് ചെയ്ത ഈ ഒരു ഭാഗമാണ് ക്ലോസ്ഡ് വരുന്നത്. ആ ക്ലോസ്ഡ് ഭാഗത്ത് നിന്ന് വേണം ഡ്രോ ചെയ്ത് തുടങ്ങാൻ.
ഓക്കെ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഡ്രോ ചെയ്യുന്നുണ്ട്. ഈ സൈഡ് കണ്ടല്ലോ, ഇങ്ങനെ 2 പീസായിട്ട് ഓപ്പൺ ആയിട്ടാണ് കാണുന്നത്. ഇനി ഇത് രണ്ടും ചേർത്ത് പിടിച്ച് ഇതേപോലെ തന്നെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തോളൂ. ഇതെന്താ ഐറ്റം മനസ്സിലാവണില്ല അല്ലേ? വെയിറ്റ്. ബ്ലാക്കിൽ നമുക്ക് ഇതേപോലെ വരച്ച് കട്ട് ചെയ്യാം. ഇനി ബ്ലാക്കിൽ വരച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായില്ലെങ്കിൽ നിങ്ങൾക്കൊരു വൈറ്റ് യൂസ് ചെയ്ത് ഇതുപോലെ വരച്ചിട്ട് അതിനെ ട്രേസ് ചെയ്യാനായിട്ട് മീഡിയയ്ക്ക് വെച്ച് ചെയ്യാം. അതിനാണ് ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വെച്ച്. ഓക്കെ ഓക്കെ, ഏകദേശം ഒരു ഐഡിയ ഒക്കെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ബോക്സിനെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. നല്ല പോലെ അത് ഡ്രൈ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് എനിക്ക് നെക്സ്റ്റ് വേണ്ടത് 2 സ്മോൾ റൗണ്ട് ഈ വൈറ്റ് പേപ്പറിൽ തന്നെ ഞാൻ എടുക്കാം. ഇതുപോലെ ഒരു ചെറിയൊരു റെക്റ്റാങ്കിൾ പീസ് എടുക്കുക. എന്നിട്ട് അത് സെൻറ്റർ ഫോൾഡ് ചെയ്ത് കറക്റ്റ് റൗണ്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇതുപോലെ 2 റൗണ്ട് വരച്ചെടുക്കുക. എന്നിട്ട് ഞാനത് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ പോകും. ഇത് ശ്രദ്ധിക്കുക. ക്ലിയർ? നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഇനി ഒരു ചെറിയ ബ്ലാക്ക് പീസ് കൂടി ഉണ്ട് ഇവിടെ. നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ഇതുകൊണ്ട് ഓക്കെ. ഇപ്പോൾ ടീച്ചർ ഇതിൽ കുറച്ച് പാർട്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഐബ്രോസ് ഉണ്ട്, ഐസ് ഉണ്ട്, ദെൻ ഇതെന്താ? യെസ്, മീശ അല്ലേ? ഓക്കെ, ഇനി ഇതൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. ഇതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് റെഡിയാക്കാം. ഓക്കെ, ചെറിയ ബ്ലാക്ക് റൗണ്ട് കൂടി വേണം. അതുകൂടി സ്റ്റിക്ക് ചെയ്യാം. ഓക്കെ, ഇതെന്താ ഇപ്പോൾ ടീച്ചർ റെഡിയാക്കിയത്? അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. ഒരു സ്റ്റാൻഡായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? അതിനൊരു ഫേസിൻ്റെ ഒരു എക്സ്പ്രഷൻ കാണുന്നുണ്ട് അല്ലേ? ഓക്കെ, പേടിയാവുന്നുണ്ടോ? നോ. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതുകൂടി ടീച്ചർ കാണിച്ചു തരാൻ പോകണം. അതിന് മുൻപായിട്ട് ഞാൻ ഇതിനിങ്ങനെ പഞ്ച് ചെയ്യണം. ഇതൊന്ന് ജസ്റ്റ് പഞ്ച് ചെയ്യണം. ഇതിൻ്റെ വിട്ട് നോക്കുക. എന്നിട്ട് കറക്റ്റ് സെൻറ്ററിലായിട്ട് ഓക്കെ, ഇതേപോലെ പഞ്ച് ചെയ്ത് ഹോളിടുക. ഹോളിട്ട ശേഷം സാറ്റിൻ റിബൺ എടുക്കുക. സാറ്റിൻ റിബൺ ആകുമ്പോഴാണ് കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ടാവുക. ഓക്കെ, ആ ഒരു സാറ്റിൻ റിബൺ ഒരു 30 സെൻറ്റിമീറ്റർ ലെങ്ത്തിലൊക്കെ എടുക്കാം. ഓക്കെ, 30 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു ലോങ് സ്കെയിലിൻ്റെ ലെങ്ത്ത്, അതിനേക്കാളും കുറച്ച് വലിപ്പം കൂടിയാലും കുഴപ്പമില്ല, ലെങ്ത്ത് കുറഞ്ഞ് പോകരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ ഹോളിലൂടെ ഈ സാറ്റിൻ റിബൺ ഇതിനകത്ത് കെട്ടിവയ്ക്കുക. രണ്ട് ഈക്വലായിട്ട് വരുന്ന പോലെ വെച്ച് ഇവിടെ ഒരു നോട്ട് ഇടാം. നോട്ട് നല്ലപോലെ ടൈറ്റ് ആക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡ് പിടിച്ച് ഇങ്ങോട്ട് വരും. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു നോട്ട് പുറത്തേക്ക് താഴോട്ട് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? നോട്ട് ഇങ്ങനെ താഴേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡ് പിടിച്ച് വലിച്ചെടുക്കുന്നത്. ഇതുപോലെ എടുക്കുക. ഇപ്പം ഇത് ജസ്റ്റ് നമ്മൾ ഹാങ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മൾട്ടിപർപ്പസ് സ്റ്റാൻഡായിട്ട് ഇത് യൂസ് ചെയ്യാം. നമ്മുടെ സിസേഴ്സ്, മാർക്കർ, സ്കെയിൽ ഇതുപോലുള്ള ഐറ്റമൊക്കെ ഇതിനകത്തേക്ക് വെച്ച് നമുക്കിതൊന്ന് ഹാങ് ചെയ്തിട്ട് എടുക്കാം. അതിനല്ല പക്ഷേ ടീച്ചർ ഇവിടെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കാം. ഇതൊരു മൾട്ടിപർപ്പസ് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു മൊബൈൽ ചാർജിങ് സ്റ്റാൻഡായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് മൊബൈൽ ചാർജിങ് സ്റ്റാൻഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക്
സാധാരണ ടേബിളിൽ വെക്കുന്ന ഒരു മൊബൈൽ ചാർജിങ് സ്റ്റാൻഡ് കിട്ടാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ വാളിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് അതിനല്ല, നമുക്ക് അതായത് ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട്, പക്ഷേ നമ്മളുടെ മൊബൈലിൻ്റെ ആ ചാർജറുടെ ലെങ്ത്തും മൊബൈൽ സ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലേസും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ ലെങ്ത്ത് വളരെ കുറവായിരിക്കില്ല, ചില ചാർജറിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്വിച്ച് ബോർഡിൻ്റെ തൊട്ട് താഴെ തന്നെ ഇതിങ്ങനെ ഹാങ് ചെയ്തിടുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ചാർജ് ചെയ്യാം. ഓക്കെ, ഈസി ആയിട്ട്, അതായത് താഴെ എവിടെയും വെക്കാണ്ട് ആ ഒരു അസൗകര്യം ഉണ്ടാവില്ല. ഞാനിപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ഡിസ്പ്ലേ ചെയ്യാം, അതെങ്ങനെയാണെന്നുള്ളത് അതൊന്ന് ഞാൻ ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, ഇപ്പം നോക്കൂ, കാണുന്നുണ്ടോ? നമ്മുടെ ഈ സ്വിച്ച് ബോർഡിലേക്ക് നമ്മളുടെ ചാർജറിൽ തന്നെയാണ് നമ്മുടെ ആ ത്രെഡ് നമ്മൾ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, ഇതേപോലെ ചാർജറിൽ തന്നെ ഈ ഒരു ത്രെഡ് ഹാങ് ചെയ്ത് നമ്മുടെ ആ ഒരു മൊബൈൽ ചാർജിങ് ഹോൾഡർ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഇതെങ്ങനെയാണ് പിൻ ചെയ്ത് ചാർജ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതെന്ന് എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ? ക്ലിയർ ആണല്ലോ? യെസ്, താങ്ക് യു.